കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിന്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ UDF-ലുണ്ടായി. അതായത് 2016-ഉം 2021-ന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ എല്ലാ പഴുതും അടച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രചാരണം നടന്നത്. രണ്ടാമത്തത്, ആശാ വർക്കർമാരുടെ നിശബ്ദ പ്രചരണം, അത് UDF-ന് വളരെ കരുത്ത് നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആവേശം ഇരട്ടിയാക്കി. നാലാമത്, ഇലക്ഷന്റെ തലേ ദിവസത്തെ ഗോവിന്ദൻ മാഷ RSS അനുകൂല പ്രസ്താവനയും UDF-ന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ഈ 4 ഘടകങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ.